ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് സിലോണിലുള്ള ഒരു മട്ടൻ തക്കടി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഫില്ലിംഗ് ആയിട്ടുമുള്ള ഒരു റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. മട്ടൻ തക്കടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മട്ടൻ ഗ്രേവി ഉണ്ടാക്കണം. ഇതിലേക്ക് ഞാനൊരു പരന്ന കുക്കർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സാധാ കുക്കറാണ് ഉള്ളതെങ്കിൽ ആദ്യം കുക്കറിൽ വച്ചിട്ട് പിന്നെ ഉള്ള പ്രോസസ്സ് നമുക്ക് പരന്ന പാത്രത്തിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ ഈ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ സ്പൈസസ് പട്ട, ഗ്രാമ്പ്, ഏലക്ക എന്നിവ ഇടാം. പട്ട, ഗ്രാമ്പ്, ഏലക്ക പൊട്ടിയ ശേഷം നമുക്ക് 2 സവാള ചെറുതായിട്ട് നറുക്കിയത്. ഇത് ഞാൻ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 സവാള നമുക്ക് നറുക്കിയത് ഇടാം. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, ഒന്ന് കളർ മാറിയാൽ മതി. സവാള നല്ലതുപോലെ കളർ മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് നറുക്കിയതും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് ഒന്ന് വഴറ്റുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വസിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ 2 ചെറിയ തക്കാളി നല്ലപോലെ ശകലം ഉപ്പും കൂടി ചേർക്കാം. ടൊമാറ്റോ കുറച്ച് വശങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പൗഡർ ഐറ്റംസ് ചേർക്കാം. ഇവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1 ടീസ്പൂൺ ജീര പൗഡർ, 1 ടീസ്പൂൺ പെരിഞ്ജീരക പൗഡർ, ഫെനൽ സീഡ് പൗഡർ ഇത്രയും ഇട്ട് നമുക്കൊന്ന് വഴറ്റാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ഇടാം. എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചീരയും കൂടി ഇട്ട് വഴറ്റാം. ഇവിടെ ഒരു 300 ഗ്രാം മട്ടൻ എടുത്തിട്ടുണ്ട്. ഇത് ബോണും ഫാറ്റും എല്ലാം കൂടിയുള്ള മട്ടനാണ്. കൂടുതലും ബോണാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റാം. മട്ടൻ ഇട്ട് നല്ലതുപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാം. ആദ്യം ഞാൻ ടൊമാറ്റോ വഴറ്റുമ്പം കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇതിൽ 1 ടീസ്പൂൺ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കണം. ഇത് നമുക്ക് ഈ ജ്യൂസിലിരുന്നാണ്, ഈ ഗ്രേവിയിലിരുന്നാണ് നമുക്ക് ഈ തക്കടിയുടെ മാവ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒരു 2 വിസിൽ വെച്ചെടുക്കാം. നമുക്ക് 2-3 വിസിൽ മട്ടൻ്റെ വേവ് പൊറുത്ത് നമുക്ക് ഇനി അടച്ചു വെച്ച് ഒരു 3 വിസിൽ വയ്ക്കാം. വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൂടി സ്റ്റീം വരുമ്പം നമുക്ക് വെയിറ്റ് ഇടാം. സ്റ്റീം വന്ന് തുടങ്ങി. ഇനി നമുക്ക് വെയിറ്റ് ഇടാം. ഇനി 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് സ്റ്റീം കംപ്ലീറ്റ് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ 2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നല്ല തരിയായിട്ടുള്ള പുട്ടുപൊടിയാണ്. നമ്മൾ വീട്ടിൽ പൊടിക്കുകയാണെങ്കിലും സാധാരണ പുട്ടിന് ഇടിച്ച് വറുക്കുന്നത് പോലെ വറുത്താൽ മതി. പക്ഷേ കുറച്ച് തരിയായിരിക്കണം, അത്രയേ ഉള്ളൂ. ഇതിലേക്ക്
കുറച്ച് തേങ്ങ, ഒരു അരക്കപ്പിന് കുറച്ച് കൂടുതലുണ്ടാവും, ഒരു സവാള പൊടിയായിട്ട് നറുക്കിയത്, ഒരു പച്ചമുളക് പൊടിയായിട്ട് നറുക്കിയത്, കുറച്ച് മല്ലിച്ചീര എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. നമ്മൾ ഈ ഗ്രേവി ഒഴിച്ചിട്ടാണ് ഈ മാവ് കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്രേവിയിൽ ഉപ്പ് ഉണ്ടാകും. പിന്നെ നമ്മൾ ഗ്രേവിയിൽ ഇട്ടും വേവിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉപ്പ് ഇടണ്ട, ആവശ്യമെങ്കിൽ ഇട്ടാൽ മതി. നോക്കിയിട്ട് ഇട്ടാൽ മതി. കുക്കറിൽ സ്റ്റീം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മട്ടൻ വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഈ വെള്ളത്തിലാണ് നമ്മളിപ്പോൾ ഈ തക്കടിക്കുള്ള മാവ് കുഴച്ചെടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 കപ്പ് ഈ ഗ്രേവി ഒഴിക്കണം. നമുക്ക് അളന്ന് ഒഴിക്കും. 2.5 കപ്പ് ഗ്രേവി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതിൽ കുറച്ച് മസാല ഇതൊക്കെ കാണും. അത് എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇത് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. രണ്ടര കപ്പ് ഒഴിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി ആവശ്യം വന്നു. അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം വലിക്കുന്ന അരിപ്പൊടി ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് തട്ടിപ്പൊട്ടി ഒരു 1/4 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. എന്നാൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അടച്ചു വെച്ച് കുതിർക്കാം. നമ്മുടെ മട്ടനിൽ ഇത്രയ്ക്ക് ഗ്രേവിയേ ഉള്ളൂ. ഇനി നമുക്ക് ആ തക്കടി വേകാനുള്ള വെള്ളം, അതായത് 5 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. നമ്മൾ തക്കടി ഉരുട്ടിയാണ് ഇതിലേക്ക് കൊഴുക്കട്ട പോലെയാണ് ഇടേണ്ടത്. അപ്പോൾ അത് നിന്ന് വേകാനുള്ള വെള്ളം നമുക്ക് ഇതിലാവശ്യമാണ്. ഇതിൽ നമുക്ക് ഇപ്പോൾ ഉപ്പും എരിവും നമുക്ക് നോക്കണം. നമ്മൾ ആൾറെഡി അതിലുള്ള ഗ്രേവി എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇതിലേക്കുള്ള ഗ്രേവിക്ക് ഉപ്പും ഉറപ്പും നമുക്ക് വേണം. അതുകൊണ്ട് ആവശ്യത്തിനുള്ള നമ്മൾ ബിരിയാണിക്കൊക്കെ കുറച്ച് മിന്നിട്ട് നിൽക്കില്ലേ ഉപ്പ്, അതുപോലെ നമുക്ക് ഇതിൽ കുറച്ച് മിന്നിട്ട് നിൽക്കണം. നമുക്ക് ആവശ്യമുള്ള ഉപ്പും ചില്ലി പൗഡർ ഇടാം. 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂണ് ചില്ലി പൗഡർ. കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കാശ്മീരി ചില്ലി ആകുമ്പോൾ നമുക്ക് നല്ല കളർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിപ്പോൾ തിളക്കട്ടെ, നല്ലതുപോലെ തിളയ്ക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു മുടി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കാം. നമ്മുടെ മാവ് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കടി ഉണ്ടാക്കാം. ഇത് നമ്മൾ സാധാരണ കൊഴുക്കട്ടയായിട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ കയ്യിൽ കൊള്ളുന്ന അളവ് എത്ര വലുപ്പത്തിൽ ഇതുപോലെ കൊഴുക്കട്ടയായിട്ട് ഉണ്ടാക്കി നമുക്ക് വയ്ക്കാം. ഇതുപോലെ കംപ്ലീറ്റ് മാവും കൊഴുക്കട്ടയാക്കി വയ്ക്കാം. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബാക്കി ഒരു 2 എണ്ണത്തിൻ്റെ മാവ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അവസാനം ഗ്രേവിക്ക് തിക്കനിങ് കൊടുക്കാനാണ്. അപ്പോൾ ഇനി നമ്മുടെ ഗ്രേവി, നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇതിൽ മട്ടൺ പീസസൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് മട്ടൺ പീസസ് ഒരുപാട് വെന്ത് കുളയണ്ടെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് മാറ്റിയിട്ട് തക്കടിയിട്ട് വെന്ത ശേഷം നമുക്ക് മട്ടൺ പീസസ് ഇട്ടാലും മതി. ഇപ്പോൾ ഞാൻ അതിൻ്റെ കൂടെയാണ് ഇടുന്നത്. ഇനി ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ഉടയാതെ ഇതിലിടാം. ഇട്ടിട്ട് ഉടൻ തന്നെ നമുക്ക് കരണ്ടി ഇടാൻ പാടില്ല. ഇങ്ങനെയെല്ലാം ഇട്ടിട്ട് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. നമ്മുടെ തക്കടിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിൽ സ്ഥലം ഇത്രയ്ക്ക് ഉള്ളൂ, പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. പക്ഷേ ഇപ്പം കരണ്ടി ഇട്ടാൽ അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ കരണ്ടി ഇടുന്നില്ല. ഞാനിവിടെ 6 ഗ്ലാസ് വെള്ളം, ആ ഗ്രേവി എടുത്ത ശേഷം അതിൽ നിന്ന ഗ്രേവിയിൽ 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ കിടന്നത് നല്ലതുപോലെ വേവട്ടെ. നമ്മുടെ തക്കടിയൊക്കെ വെന്ത് മുകളിൽ പൊന്തി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഒന്നെടുത്ത് അകം വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അകം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി ഇത് തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ തക്കടിയുടെ മാവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവിക്ക് ഒന്ന് തിക്നെസ് കിട്ടും. ഇതും കൂടി ഇതിൽ കിടന്ന് വേവണം. എല്ലാ മാവും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി കുക്കാക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ തക്കടി റെഡിയായി. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിച്ചീര ഇട്ട് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. എന്നിട്ട് സെർവ് ചെയ്യാം. നമ്മുടെ മട്ടൺ തക്കടി റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും നല്ല ഫില്ലിംഗ് ആയിട്ടുമുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഈ റംസാൻ കാലത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിച്ചിട്ടുണ്ടെങ്കിലും കഴിച്ചിട്ടില്ല ഇല്ലെങ്കിലും കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായി അറിയിക്കുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.